മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, കൺസ്ട്രക്ഷൻസ് ഓഫ് കോഡിലാറ്ററൽസ് എന്ന് പറയുന്ന നെക്സ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. മണി മാത്ത് കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൺസ്ട്രക്ഷൻസിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്കത് വരച്ച് എങ്ങനെയാണ് എന്ന് വളരെ വിശദമായിട്ട് എനിക്ക് ഇരുന്നിട്ടാവുമ്പോൾ വരച്ച് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ആദ്യം പറയുന്നത് കോഡിലാറ്ററൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. പലതരത്തിലുള്ള കോഡിലാറ്ററൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇപ്പോൾ റെക്റ്റാങ്കിൾ, സ്ക്വയർ, പാരലോഗ്രാം, റോംബസ്, പിന്നെ ട്രപ്പീസിയം, ഐസോസിലസ് ട്രപ്പീസിയം, അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് തന്നെ അല്ലേ, ടെക്സ്റ്റ് ബുക്ക് തുറന്നാൽ തന്നെ ലെസൺ സ്റ്റാർട്ടിങ് തന്നെ അതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് വായിച്ചത് പറയുന്നു എന്ന് മാത്രം. അത് കഴിഞ്ഞ് നേരെ തന്നെ പ്രാക്ടീസ് പ്രോബ്ലംസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, കൺസ്ട്രക്ഷൻസ് ഓഫ് കോഡിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണല്ലോ എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കോഡിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡഡ് ഫിഗേഴ്സിനെയാണ് കോഡിലാറ്ററൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്ലാസിഫിക്കേഷൻസ് പലതരത്തിലുള്ള 4 സൈഡുള്ള ചതുർഭുജങ്ങൾ കോഡിലാറ്ററൽസ് ഉണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒന്നും കൂടി അതിനെക്കുറിച്ച് എടുത്ത് അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് പറയുകയാണ്. ഓക്കെ, ഫസ്റ്റ് നോക്കൂ, റെക്റ്റാങ്കിളാണ്. നിങ്ങൾ കണ്ടില്ലേ റെക്റ്റാങ്കിൾ? കറക്റ്റ് ഇതാണ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. ഓൾ ആംഗിൾസ് റൈറ്റ്. എല്ലാ ആംഗിളും എന്താണ്? റൈറ്റ് ആംഗിളാണ് അല്ലേ? എല്ലാ ആംഗിൾസും റൈറ്റ് ആംഗിളാണ്. ഡയഗണൽസ് ഈക്വൽ. ഇതിന് ഇങ്ങനൊരു ഡയഗണൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയഗണൽസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ. 2 ഡയഗണലും ഒരു പോയിന്റിൽ ബൈസെക്ട് ചെയ്യും. ഇതാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകതകൾ. ഇനി അടുത്തത് സ്ക്വയേഴ്സ് അല്ലേ? സ്ക്വയർ. നെക്സ്റ്റ് സ്ക്വയർ എന്താണ്? 4 സൈഡും ഈക്വൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് പേര് പറയുന്നു? സ്ക്വയർ എന്ന് പറയുന്നു. ഫസ്റ്റ് പ്രത്യേകത എന്താണ്? ഓൾ സൈഡ്സ് ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. കണ്ടോ? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. ഓൾ ആംഗിൾസ് റൈറ്റ്. എല്ലാ ആംഗിളും എന്താണ്? റൈറ്റ് ആംഗിളാണ്. ഡയഗണൽസ് ഈക്വൽ. മറ്റേതിൻ്റെ പോലെ തന്നെ ഇതിൻ്റെയും ഡയഗണൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ഇത് വെറും ബൈസെക്ടർ ആകുമ്പോൾ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ചാൽ ഇവിടെ 90 ഫോം ചെയ്യും. അതാണ് സ്ക്വയറിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്ത കാറ്റഗറിയിൽ എന്താണ് ക്ലാസിഫിക്കേഷനിൽ? പാരലോഗ്രാം അല്ലേ? അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ. കണ്ടോ? ഡയഗണൽ ഇതിൻ്റെയും എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ബൈസെക്ട് ഈച്ച് അതർ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. സം ഓഫ് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് 180 ഡിഗ്രി. അതായത് ഈ 2 ആംഗിൾസിൻ്റെയും കൂടി സം എന്ന് പറഞ്ഞാൽ 180 ആയിരിക്കും. ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും സം എന്ന് പറയുന്നത് 180 ആയിരിക്കും. ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും കൂടി സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. കണ്ടോ? ഇൻറ്റീരിയർ ആയിട്ട് വരുന്ന ഈ അല്ലെങ്കിൽ ഒരു സൈഡിലുള്ള ആംഗിൾസ് എപ്പോഴും എന്താണ്? സപ്ലിമെൻ്ററി ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് സം ഓഫ് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് 180 ഡിഗ്രി. അപ്പോൾ നെക്സ്റ്റ് എന്താണ് റോംബസിൽ? റോംബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ സൈഡ്സ് ഈക്വൽ. എല്ലാ സൈഡും സ്ക്വയറിൻ്റെ പോലെ തന്നെ ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? പാരലൽ ആണ്. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. ഡയഗണൽസ് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. സ്ക്വയറിൻ്റെ പോലെ തന്നെയാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് 2 പെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട്. ഇത് പരസ്പരം ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. സം ഓഫ് ആംഗിൾസ് ഓൺ സെയിം സൈഡ് 180 ഡിഗ്രി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞത് 180 ഡിഗ്രി ആയിരിക്കും. ഇത് രണ്ടിൻ്റെയും കൂടി സം 180 ഡിഗ്രി ആയിരിക്കും. ഇത് രണ്ടിൻ്റെയും കൂടി സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിൽ ട്രപ്പീസിയം. ട്രപ്പീസിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിന് നിർബന്ധമായിട്ടും ഒരു പെയറാണ് പാരലൽ ലൈൻസ് വേണ്ടത്. ഓൺലി 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ.
സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് ഓഫ് നോൺ പാരലൽ സൈഡ്സ് 180. നോൺ പാരലൽ ഇത് കേട്ടോ, ഇതിൻ്റെ ആംഗിളും ഇതിൻ്റെ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഈ ആംഗിളും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐസോസിലസ് ട്രപ്പീസിയം. ഐസോസിലസ് ട്രപ്പീസിയത്തിന് എന്താണ് പ്രത്യേകത? only one pair of opposite sides parallel. ഓപ്പോസിറ്റ് സൈഡ്സ് നമുക്ക് പാരലൽ ആയിരിക്കണം. നോൺ പാരലൽ ആയിട്ടുള്ള ഈ രണ്ട് സൈഡുകളും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഡയഗണൽസ് ഈക്വൽ. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ എന്തായിരിക്കും? ഈക്വൽ ഡയഗണൽസ് ആയിരിക്കും. ആംഗിൾസ് ഓൺ ഈച്ച് ഓഫ് പാരലൽ സൈഡ്സ് ഈക്വൽ. പാരലൽ സൈഡ്സ് കണ്ടോ, അപ്പോൾ ഈ ആംഗിളും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും പാരലലിൻ്റെ സൈഡിലുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് ഓഫ് നോൺ പാരലൽ സൈഡ്സ് 180. നോൺ പാരലൽ സൈഡ്സിൻ്റെ ഇത് ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ, സ്ക്വയർ, പാരലോഗ്രാം, റോംബസ്, ട്രപ്പീസിയം, ഐസോസിലസ് ട്രപ്പീസിയം ഇതെല്ലാം 4 സൈഡഡ് ആയിട്ടുള്ള ഫിഗറാണെന്നും ആ 4 സൈഡഡ് ഫിഗേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ദാറ്റ് മീൻസ് അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ കൺസ്ട്രക്ഷൻസിലേക്ക് പോവുകയാണ്. കൺസ്ട്രക്ഷൻസിൽ ഏറ്റവും ആദ്യം നമുക്ക് പറയേണ്ടത്, കൂടുതലായിട്ട് പഠിക്കുന്നത് സ്ക്വയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സ്ക്വയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയേഴ്സ് എന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ കൺസ്ട്രക്ഷൻ എടുക്കാനാണ് പറഞ്ഞേക്കണേ. എങ്ങനെയാണ് നമുക്കൊരു സ്ക്വയറിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുക? ഞാൻ പറയുകയാണ്, 5 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കൂ. 5 ലെങ്ത് എടുത്തു, ഇവിടുന്ന് 5 സെൻറ്റിമീറ്റർ ലെങ്ത് എടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? പ്രൊട്രാക്ടർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? 90 ഡിഗ്രി. നമുക്കറിയാം സ്ക്വയറിൻ്റെ പ്രത്യേകതകൾ എന്താണ്? 90 ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം. 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ ഇവിടെയും ഞാൻ 90 ഡിഗ്രിന്ന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ രണ്ടും എന്ത് ചെയ്യാണ്? ഇവിടേക്ക് ലെങ്ത് എടുത്ത് 90 ഡിഗ്രിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ 90 ഡിഗ്രി എടുത്തു. ഇനി എന്ത് ചെയ്യണം? 5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഉള്ള സ്ക്വയറാണ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ലെങ്ത്ത് 5 ആണ്, അല്ലെങ്കിൽ നമുക്ക് സ്കെയിലിൽ എടുക്കാം അല്ലേ. അപ്പോൾ ഈ ലെങ്ത്ത് 5 ആയ കാരണം ഞാൻ ഇവിടുന്ന് 5 എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കട്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ഇവിടെ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ABCD എന്ന് പറയുന്ന ഈ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും എന്തായി? 5 സെൻറ്റിമീറ്ററായി. ഇത് 90 ഡിഗ്രി ആയി. അപ്പോൾ ഇതും ഓട്ടോമാറ്റിക്കലി 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 5 സെൻറ്റിമീറ്ററുള്ള സ്ക്വയർ വരയ്ക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മളോട് പറഞ്ഞേക്കാണ് 5 സെൻറ്റിമീറ്ററുള്ള ഡയഗണലുള്ള സ്ക്വയർ വരയ്ക്കണം. ഡയഗണലിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ഇഷ്ടമുള്ള ഒരു മെഷറുള്ള കണ്ടോ, ഇഷ്ടമുള്ള ഒരു ലൈൻ. എനിക്കപ്പോൾ സൈഡിൻ്റെ ലെങ്ത്ത് അറിയില്ല, ഞാൻ ഈ ലൈൻ വരച്ചു. ഈ ലൈൻ വരച്ചിട്ട് ഞാൻ 45 ഡിഗ്രി എടുക്കുക. കാരണം നോക്കി, ഈ സ്ക്വയറിനെ ബൈസെക്റ്റ് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ടല്ലോ. ബൈസെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ വരുന്നത് എത്രയാണ്? 45 ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് എത്രയാണ്? 45 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 45 ഡിഗ്രി ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് 45 ഡിഗ്രി ഞാൻ എടുത്തു. ഓക്കെ, 45 ഡിഗ്രി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് 45 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കാണ് 5 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ ഡയഗണലിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഡയഗണൽ ലെങ്ത്ത് നേരത്തെ എടുത്തിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. ഞാൻ അവിടെ നിന്ന് ഡയഗണൽ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് അവിടെ നിന്ന് എന്താ ചെയ്യാൻ പറ്റുക? ഈ പോയിൻറ്റിൽ നിന്നും താഴോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ശരിയല്ലേ? കണ്ടോ, ഈ പോയിൻറ്റിൽ നിന്നും താഴേക്ക് നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. കറക്റ്റ് 90 ആയിരിക്കണേ. പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ പോയിൻ്റ് ഉണ്ടല്ലോ. ഇനി അവിടെ നിന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയും എന്ത് ചെയ്യാം? 90 ഡിഗ്രി എടുക്കാം. ഇത് 90 ഡിഗ്രി എടുക്കാം, അല്ലെങ്കിൽ ഇതിനെ ഇവിടേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് 90 ഡിഗ്രി എടുത്താൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം കൂടി 90 ഡിഗ്രി എടുത്തു. അപ്പോൾ ജോയിൻ ചെയ്തു. ഓക്കെ, ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ലെങ്ത്ത് എത്രയാണോ, കണ്ടോ, ഈ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്ത് തന്നെ
ഇവിടെ വെച്ചു, മീറ്റ് ചെയ്തു. എന്നാൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, നമുക്ക് ഓക്കെ, ഇത് എ ബി സി ഡി എന്ന് പറയുന്ന സ്ക്വയറാണ്. ഈ സ്ക്വയറിനേക്കാളും ലെങ്ത്ത് കുറവാണ്, കാരണം ഇത് ഡയഗണൽ ലെങ്ത്താണ് ഇവിടെ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ ഡയഗണൽ ലെങ്ത്ത് കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ ഇഷ്ടമുള്ളൊരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് 45 ഡിഗ്രിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാം ഡയഗണൽ ബൈസെക്റ്റ് ചെയ്യും ആംഗിളിനെ. അപ്പോൾ 5 ഇവിടെ എടുത്തു, ഇത് വരച്ചു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡയഗണൽ 5 സെൻറ്റിമീറ്റർ വന്നാലും സൈഡ് 5 സെൻറ്റിമീറ്റർ വന്നാലും വരയ്ക്കുന്നത് എന്ന് മനസ്സിലായി. ഇനി ഇത് തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഡയഗണൽ 5 സെൻറ്റിമീറ്റർ വരിക എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ നേർപകുതി, അതായത് 2.5 സെൻറ്റിമീറ്റർ എന്ന് വിചാരിച്ചു. 5 സെൻറ്റിമീറ്ററിൻ്റെ നേർപകുതി എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റിമീറ്റർ. 2.5 സെൻറ്റിമീറ്റർ ഞാനെടുത്തു. ഇത് എടുത്ത് റേഡിയസ് ആയിട്ട് എടുത്ത് ഞാനൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിൾ വരച്ചാൽ ഈ ഞാൻ എന്ത് ചെയ്തു, 2 ഡയാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യാസം. ഈ 2 വ്യാസങ്ങളുടെ ലെങ്ത് എത്രയാണ്? ഇപ്പോൾ ഇത് 2.5 ആയിരിക്കും, ഇതും 2.5 ആവുമ്പോൾ ഇതെന്തായി മാറി? 5 സെൻറ്റിമീറ്റർ ആയല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് 90, കറക്റ്റ് 90 എടുക്കണേ, പെർപെൻഡിക്കുലറായിട്ട് മറ്റൊരു ഡയാമീറ്ററും കൂടി വരച്ചു. ഓക്കെ, അപ്പോൾ ഇതും 5, ഇതും ഇത് കണ്ടോ ഡയഗണലാണിത് ഈ സ്ക്വയറിൻ്റെ. ഇനി ഇവരെ ഞാൻ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യിക്കുക. ഇവിടെ ഇവരെ ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ നമുക്ക് കിട്ടുന്നത്? ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇവരെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയഗണൽ 5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള മറ്റൊരു സ്ക്വയറും കൂടി വരയ്ക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഡയഗണൽ 5 സെൻറ്റിമീറ്റർ ആയിട്ട് ഇപ്പോൾ ഇതാ എ ബി സി ഡി മറ്റൊരു മെത്തേഡും കൂടി നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, 108ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ഡ്രോ ദീസ് പിക്ചേഴ്സ് ഓഫ് സ്ക്വയേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്? ഫസ്റ്റ് പിക്ചർ തന്നേക്കാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള പിക്ചർ നിങ്ങൾ കണ്ടിരുന്നല്ലോ അല്ലേ. ആ പിക്ചറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ പിക്ചർ നമ്മൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കൂ, 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അങ്ങനെ കണ്ടുല്ലോ. അപ്പോൾ അത് 6 സെൻറ്റിമീറ്റർ ഞാൻ എന്ത് ചെയ്യുന്നു, എടുക്കുകയാണ്. 6 സെൻറ്റിമീറ്റർ ഞാൻ എടുത്തിട്ട് ഇതാ 6 സെൻറ്റിമീറ്റർ എടുത്തു, ഞാൻ ലെങ്ത്ത് വരച്ചു. ഇനി ഞാൻ ഒരു സ്ക്വയർ, ഏത് രീതിയിലായാലും നമുക്കൊരു സ്ക്വയറിനെ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യണത്. ഇതാ ഒരു സ്ക്വയർ ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഓക്കെ, ഒരു സ്ക്വയർ ഞാൻ ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെ ഇനി ഈ ലെങ്ത്ത് എത്രയാണ്? 6 ആണ്. ഓക്കെ, ഈ ലെങ്ത്ത് 6 ആയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് 6 എടുത്തിട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞേക്കണേ കണ്ടോ, 2 സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ചെറിയ ചെറിയ സ്ക്വയേഴ്സാണ് നമ്മളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞേക്കണേ. ഞാനപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ്, 2 സെൻറ്റിമീറ്റേഴ്സ് വെച്ച് ഞാൻ ഇതിനെ ഈ സൈഡിനെ കട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കോളൂ, ഇതൊരു 2 സെൻറ്റിമീറ്റർ, ഇതൊരു 2 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഇവിടെയും ഞാൻ 2 സെൻറ്റിമീറ്റേഴ്സ് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ. അതേപോലെ ഇവിടെയും 2 സെൻറ്റിമീറ്റേഴ്സ് എടുക്കുകയാണ്. കാരണം നമുക്കറിയാം ടോട്ടൽ നമ്മൾ ആ 2+2+2 ആണ് 6 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഞാൻ ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടോ അതാ ഇങ്ങനെ വരയ്ക്കുക. ഇതിന് പാരലലായിട്ട് ലൈറ്റായിട്ട് വരയ്ക്കുകയാണ്. കാരണം നിങ്ങളത് അതിപ്പോൾ എക്സാമിന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരച്ച ലൈൻസ് വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്യാതെ ഇരിക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നോക്കിക്കോളൂ, ഇവിടുന്ന് ഇതാ ഈ ഭാഗം ഡാർക്കൻ ചെയ്യുക. കണ്ടോ, ഈ ഭാഗം ഡാർക്കൻ ചെയ്തു. പിന്നെ ഈ ഭാഗം എന്ത് ചെയ്യുക, ഡാർക്കൻ ചെയ്തു. ഓക്കെ, ഈ ഭാഗം ഡാർക്കൻ ചെയ്തു. ഇനി അതുപോലെ ഈ ഭാഗം
ഡാർക്കൻ ചെയ്തു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറും ഈ ഫിഗറും നോക്കൂ, ഒരുപോലത്തെ ഫിഗേഴ്സല്ലേ കിട്ടിയിരിക്കുന്നത്, കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഈ ഫിഗർ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഫിഗർ കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് സിമ്പിളല്ലേ? ഇനി നമ്മളോട് നിങ്ങൾ നെക്സ്റ്റ് ഫിഗർ നോക്കൂ. നെക്സ്റ്റ് ഫിഗറിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 4 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ. ദാറ്റ് മീൻസ് 7 സെൻറ്റിമീറ്റേഴ്സാണ് നമ്മളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? 7 സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ, 7 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഞാൻ രണ്ടിൻ്റെ എൻഡിൽ നിന്നും 90 ഡിഗ്രി. ഓക്കെ, നമുക്ക് വേണ്ടത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി കാരണം സ്ക്വയറാണ്, 90 ഡിഗ്രി വേണം. അപ്പോൾ ഞാൻ എന്താ 90 ഡിഗ്രി ഞാൻ വരച്ചു. ഓക്കെ, 90 ഡിഗ്രി വരച്ചു. ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി കോമ്പസിൽ ഞാൻ എന്ത് ചെയ്തു? ഈ 7 സെൻറ്റിമീറ്റർ തന്നെ എടുത്തു. 7 സെൻറ്റിമീറ്റർ എടുത്തപ്പോൾ ഓക്കെ, ഞാൻ ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ആദ്യത്തെ 4 സെൻറ്റിമീറ്റർ ആണ്. ആദ്യത്തെ 4 സെൻറ്റിമീറ്റർ ആണ്, പിന്നത്തെ 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനെ ചെയ്യുന്നതെന്ന് നോക്കി. ആദ്യത്തെ 1 സെൻറ്റിമീറ്റർ, പിന്നെ 2 സെൻറ്റിമീറ്റർ ഉണ്ടോ? അപ്പോൾ 3, പിന്നെ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് 1, 2, 3, 4, പിന്നെ ഇത് 2, ഇത് 1. ഓക്കെ, അപ്പോൾ അത് പതുക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. ആദ്യത്തെ 1 സെൻറ്റിമീറ്റർ വരച്ചു, പിന്നെ 2 സെൻറ്റിമീറ്റർ വരച്ചു, പിന്നെ 4 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഇവിടെയും ഞാൻ എന്ത് ചെയ്യുകയാണ്? 1 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? 4 സെൻറ്റിമീറ്റർ ആദ്യം എടുക്കുകയാണ്. ആദ്യം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 4 സെൻറ്റിമീറ്റർ എടുത്തു, പിന്നെ 2 സെൻറ്റിമീറ്റർ എടുത്തു, പിന്നെ 1 സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഈ 1 സെൻറ്റിമീറ്ററിനെ ഞാൻ താഴോട്ട് ഇങ്ങനെ വരച്ചു. ഇവിടെ 2 സെൻറ്റിമീറ്ററിനെ ഞാൻ താഴോട്ട് വരച്ചു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ മെയിൻ ലൈൻ ഡാർക്കൺ ചെയ്യുകയാണ്. ഓക്കെ, എങ്ങനെയാണ് ഡാർക്കൺ ചെയ്യണമെന്ന് നോക്കി. ഇതാ കണ്ടോ? ഓക്കെ, ഇപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ഒന്ന് നോക്കൂ. ഈ ഫിഗറും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫിഗറും ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറും സെയിം അല്ലേ? അപ്പോൾ ആദ്യത്തെ 4 സെൻറ്റിമീറ്റർ ഇത് കണ്ടോ? 4 സെൻറ്റിമീറ്റർ, ഇതിനെ 2 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ. അപ്പം ഞാൻ അങ്ങനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ എക്സാമിനോ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞാൽ വേണമെങ്കിൽ ഈ ഔട്ട്സൈഡ് ഫിഗേഴ്സ് കണ്ടോ? ഈ ഷെയ്ഡുകൾ ഇപ്പോൾ ഈ ഗ്രീൻ അല്ലെങ്കിൽ ഈ റെഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കളയാം, മാച്ച് കളയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആ ഫിഗർ കണ്ടില്ലേ? കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? വരയ്ക്കാൻ നമുക്ക് വിഷമമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? അത് വരയ്ക്കണമെങ്കിൽ ഇതാ 6 സെൻറ്റിമീറ്റേഴ്സ് കണ്ടോ? 2 + 2 + 2 6 സെൻറ്റിമീറ്റേഴ്സ് ഡയഗണലായിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ നിന്ന് 6 സെൻറ്റിമീറ്റേഴ്സ് എടുക്കുകയാണ്. 6 സെൻറ്റിമീറ്റേഴ്സ് ലൈൻ എടുത്തു. ഓക്കെ, 6 സെൻറ്റിമീറ്റേഴ്സ് ലൈൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 3 സെൻറ്റിമീറ്റർ ഇവിടെ ഡോട്ട് ഇട്ടു. എന്തിനാണെന്നറിയോ? ഡയഗണൽ ബൈസെക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാലോ. ഞാൻ എന്ത് ചെയ്യുകയാണ്? അവിടെ നിന്ന് പെർപെൻഡിക്കുലർ, കാരണം സ്ക്വയറിൻ്റെ ഡയഗണൽ ബൈസെക്റ്റ് ഈച്ച് അതർ അറ്റ് 90 ഡിഗ്രി എന്നാണ് നമ്മൾ പറഞ്ഞേക്കണേ അല്ലേ? അപ്പോൾ ഞാൻ കറക്റ്റ് 90 ഡിഗ്രി രണ്ടിടത്തുനിന്നും ഞാൻ ഇങ്ങനെ എടുത്തു. അല്ലെങ്കിൽ നിങ്ങൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനും നമുക്കറിയാം അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, ഇത് ജോയിൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 90 ഡിഗ്രി കിട്ടി. ഓക്കെ, ഞാൻ 90 ഡിഗ്രി വരച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ ലെങ്ത്ത് കണ്ടോ? ഈ ലെങ്ത്ത് ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. ആ 3 സെൻറ്റിമീറ്റർ ഞാൻ എല്ലായിടത്തേക്കും എടുത്ത് വരയ്ക്കാൻ പോവുകയാണ്. ഇതാ
3 സെൻറ്റിമീറ്റർ എടുത്തു കേട്ടോ. ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇതും 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പം എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതാ ഇത് ജോയിൻ ചെയ്തു. ഇപ്പം നമുക്ക് കിട്ടുന്നത് ഏതാണ്, 6 + 6 കേട്ടോ. രണ്ടും 6 ആയിട്ട്, ഡയഗണൽസ് 6 ആയിട്ടുള്ളതാണ് നമുക്ക് കിട്ടിയേക്കണേ. 2 ഡയഗണൽ 6 ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ക്വയർ കിട്ടി. ക്ലിയർ അല്ലേ? ഒരു സ്ക്വയർ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, 2 സെൻറ്റിമീറ്റർ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, 2 സെൻറ്റിമീറ്റർ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടു. 2 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ ഇവിടെയും ഒരു പോയിൻ്റ് ഇട്ടു. ഇനി എന്ത് ചെയ്യുന്നു, 2 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഞാനൊരു പോയിൻ്റ് ഇട്ടു. ഓക്കെ, ഇവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ ഇവിടെയും ഒരു പോയിൻ്റ് ഇട്ടു. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. ഈ പേന എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇത് കണ്ടോ, ഇത് 2 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുക, ഇതിനെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇതിനെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഞാൻ എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പം ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഈ ഫിഗർ, ഈ ഭാഗം ഞാൻ ഡാർക്കൺ ചെയ്യാണ്, ഈ ഭാഗം ഡാർക്കൺ ചെയ്തു. ഓക്കെ, ഇത് ഡാർക്കൺ ചെയ്തു. അതുപോലെ ഇതിനെ ഡാർക്കൺ ചെയ്തു. ഉണ്ടോ? അപ്പം നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്ന പോലെ അതിനെ അങ്ങോട്ട് ഡാർക്കൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഡാർക്കൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫിഗേഴ്സിനെ മാത്രം ഞാൻ ഡാർക്കൺ ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, ഉണ്ടോ? ഇപ്പം അവർ ചോദിച്ചിരിക്കുന്നത് മുകളിലേക്ക് 2 എണ്ണം, ഇവിടേക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇതും ഉണ്ടോ, ഈ ഭാഗവും ഡാർക്കൺ ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വന്നേക്കണത്, ഇവിടെയും ഡാർക്കൺ ചെയ്തു. ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ ഉണ്ടോ. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ഇത് മുഴുവൻ നമ്മൾ കളയാം. ഉണ്ടോ, ഇത് 2 സെൻറ്റിമീറ്റർ. ഇനി ഇതും എന്താണ്, 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതും കണ്ടോ ഇങ്ങനെ വന്നു. ഇത് 2 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ 2 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടെ നിന്ന് ഇത് കണ്ടോ, എല്ലാം നമുക്ക് 2 സെൻറ്റിമീറ്റർ വീതം വെച്ചുള്ള ഷേപ്പായി. അപ്പോൾ നിങ്ങൾ ബാക്കി വരുന്ന ആ റെഡ് കളറിലുള്ള എല്ലാം പെൻസിൽ കൊണ്ട് അഴിക്കുമ്പോൾ റബ്ബ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഫിഗർ കിട്ടി. അപ്പോൾ ഇത് വരയ്ക്കേണ്ട ഇങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പേജ് നമ്പർ 108 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ കണ്ടത് അല്ലേ. അത് 3ഉം എന്ത് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വരച്ചതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഞാനപ്പോൾ അത് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണല്ലോ വരച്ചിരിക്കുന്നത്. അതുപോലെ എങ്ങനെയൊക്കെയാണ് സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള കാര്യം, ആ സ്ക്വയറിൻ്റെ പ്രത്യേകതകൾ മനസ്സിലായി. ഡയഗണൽസ് സെയിമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം 90 ഡിഗ്രിയാണ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്, ഈക്വലാണ്. അതേപോലെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണെന്നെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഇത് കൺസ്ട്രക്ഷനിൽ ഫസ്റ്റ് പ്രാക്ടീസ് പ്രോബ്ലം ഇവിടെ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.